ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 7/11/1981. മുരളി ഡേറ്റ് 17/10/2021. മുരളിയുടെ എസൻസ് തീനോ സംബന്ധോ കി സഹജോ ശ്രേഷ്ഠ പാലന. 3 സംബന്ധങ്ങളുടെ സഹജവും ശ്രേഷ്ഠവുമായ പാലന. आज विश्वस्नेही बाप दादा चारों ओर के विशेष बाप स्नेही बच्चों को देख रहे हैं. ഇന്ന് വിശ്വസ്നേഹിയായ ബാപ്പ് ദാദ 4 ദിക്കുകളിൽ നിന്നും എത്തിയിരിക്കുന്ന വിശേഷമായ ബാബയുടെ സ്നേഹികളായ മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാപ്പ് കാ സ്നേഹ और बच्चों का स्नेह दोनों एक दो से ज़्यादा ही है. കുട്ടികളുടെ സ്നേഹമാണെങ്കിലും ബാബയുടെ സ്നേഹമാണെങ്കിലും ഒന്നിനേക്കാൾ മറ്റൊന്ന് കൂടുതൽ തന്നെയാണ്. സ്നേഹം मन को और तन को अलौकिक पंख लगाए समीप ले आता है. സ്നേഹം മനസ്സിനും അതുപോലെ ശരീരത്തിനും അലൗകികമായ ചിറകുകൾ ഘടിപ്പിച്ച് സമീപത്തേക്ക് എത്തിക്കും. स्नेह ऐसा रूहानी आकर्षण है जो बच्चों को बाप की तरफ आकर्षित कर मिलन मनाने के निमित्त बन जाता है. സ്നേഹം എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ആത്മീയ ആകർഷണമാണ്. ഏതാണോ മക്കളെ ബാബയുടെ ആകർഷണത്തിലേക്ക് എത്തിക്കുകയും ബാബയുമായിട്ട് മിലനം നടത്തുന്നതിൽ നിമിത്തമായും മാറുന്നു. मिलन मेला चाहे दिल से चाहे साकार शरीर से दोनों अनुभव स्नेह के आकर्षण से ही होता है. ബാബ്ദാദ പറയുകയാണ്, ബാബ്ദാദയുമായിട്ടുള്ള മിലനം അത് ഹൃദയം കൊണ്ടുള്ള മിലനമായിരിക്കാം, അഥവാ സാകാര രൂപത്തിൽ ശരീരത്തോടൊപ്പം സാകാര സ്വരൂപത്തിൽ വന്ന് നേരിട്ട് ബാബയുമായി മിലനം ചെയ്യുന്നതായിരിക്കാം. ഇവ 2 പ്രകാരത്തിലാണെങ്കിലും അത് സ്നേഹത്തിൻ്റെ ആകർഷണത്താൽ തന്നെയല്ലേ ഈ മിലനത്തിൻ്റെ അനുഭവം നടക്കുന്നത്. റുഹാനി പരമാത്മാ സ്നേഹനെ ഹി ആപ് ബ്രാഹ്മണോ കോ ദിവ്യ ജന്മ ദിയ. ആത്മീയ പരമാത്മ സ്നേഹത്തിൽ കൂടിയാണ് നമ്മൾ ബ്രാഹ്മണർക്ക് ഈ ഒരു ദിവ്യ ജന്മം ലഭിച്ചത്. आज अभी अभी रूहानी स्नेह की सर्चलाइट द्वारा चारों ओर के ब्राह्मण बच्चों की स्नेहमयी सूरतें देख रहे हैं. ബാബ്ദാദ പറയുന്നു, ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ആത്മീയ സ്നേഹത്തിൻ്റെ സെർച്ച് ലൈറ്റ് വഴി 4 ദിക്കുകളിലുള്ള ബ്രാഹ്മണ മക്കളുടെ ആ സ്നേഹമയായ മുഖത്തെ ബാബ കണ്ടുകൊണ്ടിരിക്കുന്നു. चारों ओर के अनेक बच्चों के दिल के स्नेह के गीत दिल का मीत बाप दादा सुन रहे हैं. ലോകത്തിലെ 4 വശങ്ങളിലുള്ള അനേകം മക്കളുടെ ഹൃദയത്തിൻ്റെ സ്നേഹഗീതം പ്രിയതമനായിരിക്കുന്ന ഹൃദയത്തിൻ്റെ നാഥനായിരിക്കുന്ന ബാപ്പ് ദാദ കേട്ടുകൊണ്ടിരിക്കുകയാണ്. बाप दादा सर्वस्नेही बच्चों के चाहे पास से चाहे दूर होते भी दिल के पास से स्नेह के रिटर्न में वरदान दे रहे हैं. ബാപ്പ് ദാദ സർവസ്നേഹി മക്കളോട് അവരരികിലുള്ളവരായിരിക്കാം അഥവാ ദൂരെ ഇരുന്നു കൊണ്ട് ഹൃദയത്തിൻ്റെ സമീപമിരിക്കുന്ന കുട്ടികളായിരിക്കാം, എല്ലാവരുടെ സ്നേഹത്തിൻ്റെ റിട്ടേണായി ബാപ്പ് ദാദ വരദാനം നൽകിക്കൊണ്ടിരിക്കാം. എന്തെല്ലാം വരദാനാണ് ബാബ്ദാദ നൽകുന്നത് നോക്കാം. സദാ ഖുഷ് നസീബ് ഭവ്, സദാ ഖുഷ് നുമാ ഭവ്, സദാ ഖുഷി കെ ഖുറാക് ദ്വാര തന്ദുരുസ്ത് ഭവ്, സദാ ഖുഷി കെ ഖജാനെ സെ സമ്പന്ന ഭവ്. സദാ ഭാഗ്യവാനായി ഭവിക്കട്ടെ, സദാ സന്തുഷ്ടവാനായി ഭവിക്കട്ടെ, സദാ സന്തോഷത്തിൻ്റെ ഔഷധത്തിലൂടെ ആരോഗ്യവാനായി ഭവിക്കട്ടെ, സദാ സന്തോഷത്തിൻ്റെ ഖജനാവാൽ സമ്പന്നനായി മാറട്ടെ. रूहानी स्नेह ने दिव्य जन्म दिया.
ഈ ഒരു ആത്മീയ സ്നേഹം തന്നെയാണ് ഈ ആത്മീയ ജന്മം നൽകിയത്. अब वरदाता बाप दादा के वरदानों से ദിവ്യ പാലന ഹോ രഹി ഹെ. ഇപ്പോൾ വരദാതാവായിരിക്കുന്ന ബാബ്ദാദയുടെ വരദാനങ്ങളിലൂടെയാണ് ദിവ്യ പാലന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലന സബി കോ ഏക് ദ്വാര ഏക് ഹി സമയ ഏക് ജൈസാ മിൽ രഹി ഹെ. ബാബ്ദാദയുടെ പാലന എല്ലാ കുട്ടികൾക്കും ഒരു ബാബയിലൂടെ ഒരേ സമയത്ത് ഒരുപോലെ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ മിലി ഹുയി പാലന കി ധാരണ നമ്പർവാർ ബനാ ദേത്തി ഹെ. എന്നാൽ ബാബയിലൂടെ നേടിയിരിക്കുന്ന പാലനയുടെ ധാരണയാണ് നമ്മൾ കുട്ടികളെ നമ്പർവാറാക്കി മാറ്റുന്നത്, ക്രമസംഖ്യ പ്രകാരമായി മാറുന്നത്. वैसे विशेष तीनों संबंध की पालना अति ശ്രേഷ്ഠ भी है और सहज भी है. ഇതുപോലെ വിശേഷമായ 3 സംബന്ധങ്ങളുടെ പാലന എന്നത് അതിശ്രേഷ്ഠവുമാണ്, അതുപോലെ തന്നെ സഹജവുമാണ്. ബാപ്ദാദാ ദ്വാര വർഷ മിൽത്ത വർഷേ കി സ്മൃതി ദ്വാര പാലന ഹോത്തി ഹെ. ബാപ്ദാദയിലൂടെ നമ്മൾ കുട്ടികൾക്ക് സ്വത്ത് ലഭിക്കുന്നു, സ്വത്തിൻ്റെ സ്മൃതിയിലൂടെയാണ് പാലന നടക്കുന്നത്. ഇസ്മേ കൊയ് മുഷ്കിൽ നഹി. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു പ്രയാസവുമില്ല. शिक्षक द्वारा 2 शब्दों की पढ़ाई की पालना में भी कोई मुश्किल नहीं. ശിക്ഷകനിലൂടെ 2 ശബ്ദങ്ങളുടെ പഠിപ്പിൻ്റെ പാലനയിലും യാതൊരു പ്രയാസവുമില്ല. സദ്ഗുരു ദ്വാര വരദാനോ की अनुभूति की पालना इसमें भी कोई मुश्किल नहीं. അതുപോലെ ബാബ്ദാദ സദ്ഗുരുവുമാണ്, അതുപോലെ ബാബ മക്കളുടെ സദ്ഗുരുവുമാണ്. അപ്പോൾ സദ്ഗുരുവിലൂടെ വരദാനങ്ങളുടെ അനുഭൂതിയുടെ പാലന ഉണ്ടാവുക, ഇതിലും യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല. ലേക്കിൻ കൈ ബച്ചോं की धारणा की कमजोरी के कारण, എന്നാൽ ബാബ്ദാദ പറയാണ്, ചില കുട്ടികളുടെ ധാരണയുടെ ബലഹീനത കാരണത്താൽ समय प्रति समय सहज को मुश्किल बनाने की आदत बन गई. സമയപ്രതി സമയം സഹജമായതിനെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുക, പ്രയാസമേറിയതാക്കി മാറ്റാനുള്ളൊരു ശീലമായിരിക്കുകയാണ്. मेहनत करने के संस्कार सहज अनुभव करने से मजबूत कर देते हैं और मजबूर होने के कारण धारणा की कमजोरी के कारण परवश हो जाते हैं. ബാബ്ദാദ പറയുന്നു, മെഹനത്ത് കർണേക്കെ സംസ്കാർ, അതായത് അധ്വാനം ചെയ്യാനുള്ള സംസ്കാരം ധാരണയിലൂടെ, അധ്വാനം ചെയ്യുന്ന സംസ്കാരം ഏതാണോ അത് സഹജമായി അനുഭവം ചെയ്യുന്നതിലൂടെ, അത് സഹജമാണെന്ന അനുഭവം ചെയ്യുന്നതിലൂടെ അവർ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ നിർബന്ധിതരായത് കാരണം കൊണ്ട് തന്നെ ധാരണയുടെ ബലഹീനത കാരണം അവർ പരവശരുമായി തീരുന്നു. ഐസെ പരവശ് ബച്ചോं की ജീവൻ ലീല ദേക്ക്, ഇത്തരത്തിൽ പരവശരായി അത്യധികം ശ്രമം ചെയ്യുന്ന കുട്ടികളുടെ ജീവിത ലീലയെ കണ്ട് ബാബ്ദാദക്കോ ഐസെ ബച്ചോं पर റഹം ആത്താ. അപ്പോൾ ബാബ്ദാദയ്ക്ക് അങ്ങനെയുള്ള കുട്ടികളോട് ദയ തോന്നുകയാണ്. क्योंकि बाप के रूहानी स्नेह की निशानी यही है. कोई भी बच्चे की कमी कमजोरी बाप देख नहीं सकता. കാരണം ബാബയുടെ ആത്മീയ സ്നേഹത്തിൻ്റെ അടയാളം തന്നെ ഇതാണ്. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ബാബ്ദാദ മക്കളിലെ കുറവുകളെയോ അഥവാ ബലഹീനതകളെയോ നോക്കുകയില്ല. അഥവാ അത് കാണാൻ പോലും ബാബയ്ക്ക് സാധ്യമല്ല. अपने परिवार की कमी अपनी कमी होती है. കാരണം സ്വന്തം കുടുംബത്തിലുള്ളവരുടെ കുറ്റങ്ങൾ അത് തൻ്റെ കുറ്റമായി മാറുകയാണ്. इसलिए बाप को घृणा नहीं लेकिन रहम आता. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ദുർബലതകളോ ബലഹീനതകളോ അതിലൊരിക്കലും ബാബയ്ക്ക് വെറുപ്പ് തോന്നാറില്ല, പകരം ദയ തോന്നുന്നു. ബാപ്ദാദ കബി കബി ബച്ചോं की आदि से अब तक की जन्मपत्र देखते हैं. ബാബ്ദാദ ചിലപ്പോഴൊക്കെ
അഥവാ ഇടയ്ക്കൊക്കെ തൻ്റെ കുട്ടികളുടെ ആദ്യം മുതൽ ഇതുവരെയുള്ള ജാതകം എടുത്തു നോക്കാറുണ്ട്. കൈ ബച്ചോं की ജന്മപത്രി में रहम ही रहम होता. ചില കുട്ടികളുടെ ജാതകം നോക്കുകയാണെങ്കിലോ അതിൽ ദയ തന്നെ ദയ. और कई बच्चों की जन्मपत्री राहत देने वाली होती. എന്നാൽ ചില കുട്ടികളുടെ ജാതകം നോക്കുകയാണെങ്കിൽ അതിൽ മറ്റുള്ളവർക്കും വഴി കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. अपनी आदि से अब तक की ജന്മപത്രി ചെക്ക് കറോ. അതുകൊണ്ട് ബാബ്ദാദ മക്കളോട് പറയുകയാണ്, ആദ്യം മുതൽ ഇതുവരെയുള്ള തൻ്റെ ജാതകത്തെ ഒന്ന് എടുത്തു നോക്കൂ, ചെക്ക് ചെയ്യൂ. अपने आप को देख करके जान सकते हो तीनों संबंधों की पालना की धारणा सहज और ശ്രേഷ്ഠ. സ്വയമിനെ തന്നെ തൻ്റെ ഉള്ളിൽ പരിശോധന ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ബാബ്ദാദയുടെ ഈ 3 സംബന്ധങ്ങളിലൂടെ നേടിയ പാലന സഹജമായിരുന്നു അഥവാ ശ്രേഷ്ഠമായിരുന്നുവോ. ക്യോങ്കി സഹജ പാലന 2 പ്രകാർ കാ ഹൈ. കാരണം സഹജമായ പാലന 2 പ്രകാരത്തിലുണ്ട്. ഏക് വരദാനോ സെ സഹജ് ജീവൻ और दूसरी है ലാപർവാഹി. ഒന്ന് ബാബ്ദാദിയിലൂടെ നേടിയ വരദാനങ്ങളുടെ ആധാരത്തിലൂടെ സഹജമായ ജീവിതം. രണ്ടാമത്തത് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയില്ലാതെ ലാപർവാഹി, യാതൊരു തരത്തിലുള്ള ശ്രദ്ധ കൊടുക്കാത്തൊരു ജീവിതം. ഡോണ്ട് കെയർ, അതായത് ബാബ പറഞ്ഞ ഡോണ്ട് കെയർ, യാതൊരു ശ്രദ്ധയും കൊടുക്കുകയില്ല. ഇസ്മേ ബി സഹജ് ചലത്തെ ഹെ. ആ കാരണത്താലും നമ്മുടെ ജീവിതത്തെ സഹജമാക്കാം. വരദാനോ സെ വ റുഹാനി പാലന സെ സഹജ് ചലനെ വാലി ആത്മായെ കെയർഫുൾ ഹോഗി. വരദാനങ്ങളിലൂടെ ആത്മീയ പാലനയിലൂടെ സഹജമായി നടക്കുന്ന ആത്മാക്കൾ വളരെ കെയർഫുള്ളായിരിക്കും. അവരൊരിക്കലും ഡോണ്ട് കെയർ ആയിരിക്കുകയില്ല. ലേക്കിൻ അറ്റൻഷൻ കാ ടെൻഷൻ നഹീ ഹോഗ. അവരിൽ അറ്റൻഷൻ്റെ ടെൻഷൻ ഉണ്ടായിരിക്കില്ല. ഐസി കെയർഫുൾ ആത്മാओं का समय साधन और सर्कमस्टेंस प्रमाण ब्राह्मण परिवार का साथ बाप की विशेष मदद सहयोग देती है. എന്നാൽ അത്തരത്തിൽ കെയർഫുൾ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് സമയപ്രമാണം അവരുടെ സാധന പുരുഷാർത്ഥത്തിനനുസരിച്ച് ജീവിതത്തിലെ പരിതസ്ഥിതികൾക്കനുസരിച്ച് ബ്രാഹ്മണ പരിവാരത്തിൻ്റെ സഹായവും അതുപോലെ ബാബ്ദാദിയുടെ വിശേഷ സഹയോഗത്തിൻ്റെ സഹായവും അവർക്ക് ലഭിക്കും. ഇസ്ലിയെ സബ് സഹജ് അനുഭവ ഹോത്ത. അതുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യവും സഹജമായെന്ന് അനുഭവപ്പെടുന്നത്. तो चेक करो ये सब बातें मेरी सहयोगी है. അതുകൊണ്ട് സ്വയം പരിശോധിച്ചു നോക്കൂ. സമയം, സാധന, സാഹചര്യം, അതോ ബാബ, ബ്രാഹ്മണ പരിവാരത്തിൻ്റെ സഹയോഗം, ഇതെല്ലാം തന്നെ എനിക്ക് സഹയോഗിയാകാറുണ്ടോ? ഇൻ സബ് ബാത്തോं का सहयोगी सहजयोगी बना देता. ഈ എല്ലാ പ്രകാരത്തിലുള്ള സഹയോഗം തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും സഹജ ജീവിതമാക്കി മാറ്റുകയും സഹജയോഗിയാക്കി മാറ്റാൻ കാരണമാകുന്നത്. नहीं तो कभी छोटा सा सरकमस्टेंस साधन समय साथी आदि भले होते चींटी समान है, लेकिन छोटी चींटी महारथी को भी मूर्छित करा देती. അല്ല എങ്കിൽ എന്താ സംഭവിക്കുക? കൊച്ചു കൊച്ചു പ്രയാസങ്ങളും പ്രശ്നങ്ങളും സ്ഥൂലമായ സാധനങ്ങളും സമയവും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരിലൂടെ ചിലപ്പോൾ ബാബ പറയണ എല്ലാ പ്രശ്നങ്ങളും ചെറിയൊരു ഉറുമ്പിന് സമാനമായിരിക്കാം. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉറുമ്പ് പോലും മഹാരഥികളെ ബോധം കെടുത്തും, അല്ലേ? ഉറുമ്പ് പോലും ആനയെ വീഴ്ത്തും എന്നല്ലേ കേട്ടിരിക്കുന്നത്. മൂർച്ഛിത് അർത്ഥാത് വരദാനോ की सहज पालना की श्रेष्ठ स्थिति से नीचे गिरा देती. അപ്പം ഇവിടെ ആന എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? മഹാരഥികളെയാണ്, ശ്രേഷ്ഠ സ്ഥിതിയിലിരിക്കുന്നവരെയാണ്. അപ്പോൾ ബോധം കെടുത്തുക അർത്ഥം വരദാനങ്ങളിലൂടെ ഏതാണോ സഹജമായ പാലനയുടെ ശ്രേഷ്ഠ സ്ഥിതി നേടിയിരിക്കുന്നത് അതിൽ നിന്നും അവർ താഴോട്ട്
വീണു പോകും. മജ്ബൂർ ഓർ മെഹനത്തെ ദോനോ മൂർച്ഛിത് കി നിശാനി ഹെ. നിർബന്ധിതരാവുക, വളരെ പ്രയാസപ്പെട്ട് കാര്യം ചെയ്യുക, അധ്വാനം ചെയ്യുക, ഇതെല്ലാം ബോധം കെട്ടവരുടെ ലക്ഷണങ്ങളാണ്. तो इस विधि से अपने जन्मपत्री को चेक कर. ഇപ്പോൾ ബാബ്ദാദ പറയണ ഈ വിധിയിൽ കൂടി തൻ്റെ ജന്മജാതകത്തെ പരിശോധിച്ച് നോക്കൂ. സംജ ക്യാ കർണ ഹെ. ഇപ്പോൾ ബാബ്ദാദ ചോദിക്കുകയാണ്, മനസ്സിലായില്ലേ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്? അപ്പം അതുകൊണ്ട് 3 സംബന്ധങ്ങളിലൂടെ ബാബ്ദാദയിൽ നിന്ന് നേടിയിരിക്കുന്ന വരദാനങ്ങളിലൂടെ സഹജമായ പാലനയിലൂടെ, ആ ശ്രേഷ്ഠമായ പാലനയിലൂടെ ഞാൻ സഹജയോഗിയായിട്ടുണ്ടോ? എല്ലാ വരദാനങ്ങളെയും ഞാൻ നേടിയെടുത്തിട്ടുണ്ടോ? സർവരുടെയും സഹയോഗം എനിക്ക് പ്രാപ്തമാകുന്നുണ്ടോ? എൻ്റെ ജാതകം ഏത് വിധത്തിലാണ്? ബാബയെ കിട്ടിയ അന്ന് മുതൽ ഈ നിമിഷം വരെ. अच्छा, सदा तीनों संबंधों की पालना में पलने वाले. ബാബ്ദാദ നമസ്തേ പറയാണ്, സദാ 3 സംബന്ധങ്ങളിലൂടെ, ആ പാലനയിലൂടെ വളരുന്നവർ. സദാ संतुष्ट मणि बन संतुष्ट रहने और संतुष्ट की झलक फैलाने वाले. സദാ സന്തുഷ്ടമണിയായി സന്തുഷ്ടരായിരിക്കുകയും സന്തുഷ്ടതയുടെ ആ തിളക്കത്തെ പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന സദാ ഫാസ്റ്റ് പുരുഷാർത്ഥി ബൻ, സദാ ഫാസ്റ്റ് പുരുഷാർത്ഥിയായി സ്വയം കോ ഫസ്റ്റ് ജന്മമേ ഫസ്റ്റ് അധികാർ പ്രാപ്ത് കരാനെ വാല. സ്വയമിനെ ഫസ്റ്റ് ജന്മത്തിൽ തന്നെ ഫസ്റ്റ് അധികാരം നേടിയെടുക്കുന്ന ऐसे कुछ नसीब बच्चों को वरदाता बाप का याद प्यारो नमस्ते. അത്തരത്തിൽ ഭാഗ്യവാന്മാരായിരിക്കുന്ന മക്കൾക്ക് വരദാതാവായിരിക്കുന്ന ബാബയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. वरदान. अपनी तमोगुणी दृष्टि द्वारा अन्य आत्माओं की दृष्टि वृत्ति का परिवर्तन करने वाले साक्षात्कार मूर्त भव. തൻ്റെ തമോഗുണി ദൃഷ്ടിയിലൂടെ അന്യ ആത്മാക്കളുടെ ദൃഷ്ടി വൃത്തിയെയും പരിവർത്തനപ്പെടുത്തുന്ന സാക്ഷാത്കാർ മൂർത്തിയായി ഭവിക്കൂ. വിശദീകരണം. കഹാവത്തെ ദൃഷ്ടി സെ സൃഷ്ടി ബദൽത്തി ഹെ. പഴഞ്ചൊല്ലുണ്ട്, ദൃഷ്ടിയിലൂടെ സൃഷ്ടി പരിവർത്തനപ്പെടും. तो आपकी दृष्टि ऐसी सतोगुणी हो जो कैसे भी तमोगुणी व रजोगुणी आत्मा की दृष्टि वृत्ति और उनकी स्थिति बदल जाए. അപ്പോൾ താങ്കൾ കുട്ടികളുടെ ദൃഷ്ടി അത്രയും സത്തോഗുണി ആയിരിക്കണം. അതിൽ കൂടി ഏത് പ്രകാരത്തിലുള്ള ആത്മാക്കളാകട്ടെ അവരുടെ തമോഗുണി അഥവാ രജോഗുണി ദൃഷ്ടി വൃത്തി ആയിരിക്കട്ടെ അഥവാ സ്ഥിതി, അതിലെല്ലാം തന്നെ മാറ്റങ്ങൾ വരണം. जो भी आपके सामने आए उन्हें दृष्टि द्वारा तीनों लोकों का अपनी पूरी जीवन कहानी का मालूम पड़ जाए. यही है नज़र से निहाल करना. ആര് തന്നെ താങ്കളുടെ മുമ്പിൽ വന്നാലും നിങ്ങളുടെ ദൃഷ്ടിയിൽ കൂടി അവർക്ക് 3 ലോകങ്ങളുടെയും തൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ കഥയും തിരിച്ചറിയാൻ കഴിയണം. ഇതിനെയാണ് പറയുന്നത് ദൃഷ്ടിയിലൂടെ പരിവർത്തനം. अंत में जब ज्ञान की सर्विस नहीं होगी तबे സർവീസ് ചലേഗി. അന്തിമ സമയത്ത് എപ്പോഴാണോ ജ്ഞാനത്തിൻ്റെ സർവീസ് നടക്കാത്തത്, അതായത് വാക്കുകളിലൂടെ സർവീസ് നടക്കാത്തത്, അപ്പോൾ ഈ സർവീസാണ് നടക്കുക. ഈ തരത്തിലുള്ള സേവനമായിരിക്കും അന്തിമ സമയത്ത് ഉണ്ടാവുക. സ്ലോഗൻ. पवित्रता का प्रैक्टिकल स्वरूप സത്യത അർത്ഥാത് ദിവ്യത है. പവിത്രതയുടെ പ്രാക്ടിക്കൽ സ്വരൂപമാണ് സത്യതയും ദിവ്യതയും. അച്ഛാ, മധുബനത്തിലെ സൂചനയാണ്. ഇന്ന് ഈ മാസത്തിൻ്റെ 3rd സൺഡേ ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ ഡേ. അപ്പോൾ ഇന്നത്തെ ദിവസം
നമ്മുടെ സങ്കല്പം വൈകുന്നേരം 6 മുതൽ 7:30 വരെയുള്ള സമയം നമ്മുടെ ഈ സങ്കല്പമായിരിക്കണം വിശേഷമായും ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനനായി സ്വയം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രം ആ ദിവ്യനേത്രത്തിലൂടെ കാണുകയും ലൈറ്റ് മൈറ്റ് ഹൗസായി പ്രകൃതി സഹിതം മുഴുവൻ വിശ്വത്തിനും സെർച്ച് ലൈറ്റ് നൽകുന്ന സേവനമാണ് ചെയ്യേണ്ടത്. അച്ഛ. ഓം ശാന്തി.